ആയുർവേദം, അതായത് ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേകതയുള്ളതുമായിട്ട് കരുതുന്ന ഒന്നാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്ക് ആയുർവേദവും അല്ലെങ്കിൽ യോഗയും ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷണ ഗവേഷണങ്ങളുടെ ഒന്നും ആവശ്യം വന്നില്ല. കാരണം ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ അത് ലോകശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ ലോകശ്രദ്ധ ആകർഷിക്കാനായിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ പാരമ്പര്യമാണ്. എന്താണ് അതിൻ്റെ പാരമ്പര്യം? ആയുർവേദത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു സയൻറ്റിഫിക്കൽ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അത്രയും കാലഘട്ടത്തിൻ്റെ ഒരു അറിവും ആ കാലഘട്ടം തൊട്ടുള്ള ഒരു അറിവിൻ്റെ പാരമ്പര്യവും ഇതിന് അകത്തുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആയുർവേദം ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സയൻസ് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് എന്തിലൊക്കെ ലയിക്കാൻ പറ്റും, അതായത് ആകാശം, വായു, ജലം, അഗ്നി, മണ്ണ്, ഇത്രയും കാര്യങ്ങളിൽ, എർത്ത് അല്ലെങ്കിൽ മണ്ണ്, ഇത്രയും കാര്യങ്ങളിൽ മനുഷ്യ ശരീരത്തിന് ലയിക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യ ശരീരത്തിന് മാറാൻ പറ്റും എന്നൊരു കാരണം കൊണ്ട് തന്നെ ഈ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് ഈ പ്രകൃതിയുടെ ഈ സിസ്റ്റത്തിന് പറ്റും എന്നതാണ് അതിൻ്റെ ഒരു ഐഡിയോളജി. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. പഞ്ചകർമ്മ എന്ന് പറയുന്ന ഒരു ചികിത്സ തന്നെയുണ്ട്. കാരണം ഈ 5 കാര്യങ്ങളെയും ഉൾപ്പെടുത്തി അതിനകത്ത് സാൻഡ് വെച്ചുള്ള ചികിത്സകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മോഡേൺ സയൻസിൽ എങ്ങനെയാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക്, നമ്മുടെ വയറിലേക്ക് ഇൻറ്റസ്റ്റൈനിലൂടെ ന്യൂട്രീഷനുകൾ കടന്നു പോവുകയും അതിൽ ബോഡിക്ക് ഡെഫിഷ്യൻസി ആയിട്ട് എന്തെല്ലാം ന്യൂട്രീഷനുകളുണ്ടോ അതിനെ ബോഡി റിസീവ് ചെയ്യുന്നതുമായ ഒരു പ്രോസസ്സാണ് മോഡേൺ മെഡിസിൻ. ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നതും കാര്യങ്ങൾ നടത്തുന്നതും. പക്ഷേ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് നേരെ ഡിഫറൻറ്റാണ്. എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആകുന്നത്? കാരണം അത് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന ചാനലിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യുകയല്ല, ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യുക. അതായത് ആവശ്യത്തിന് വേണ്ടതും നമ്മുടെ ബോഡിയിലെ ആസിഡ് ലെവലുകൾ ബോഡിക്ക് പ്രശ്നമാകാത്ത രീതിയിലുമുള്ള കാര്യങ്ങൾ നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്ക് വഴി കൊടുക്കുന്നുണ്ട്. അതായത് കഞ്ഞി അതുപോലുള്ള ചെറിയ ഫുഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ബോഡിക്കുണ്ടാവും. അങ്ങനെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ബോഡിക്കുണ്ടാകുമ്പോൾ ബോഡി എവിടെ നിന്ന് ആ ന്യൂട്രീഷനെ സ്വീകരിക്കും? എക്സ്റ്റേണലി സ്വീകരിക്കാൻ പ്രേരിതമാകും. എങ്ങനെയാണ്? കാരണം ഒരു 250-300 ചെറിയ പ്ലാന്റ്സുകളിൽ നിന്ന് റിസീവ് ചെയ്ത ഓയിലാണ് ഈ മസാജിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പ്ലാന്റ്സുകൾക്കുള്ളിലുള്ള എല്ലാ ന്യൂട്രീഷണൽ വാല്യൂവും ഈ ഓയിലിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മസാജ് ചെയ്ത് ബോഡിയുടെ എല്ലാ ഹോൾസുകളും, സ്കിന്നിൻ്റെ എല്ലാ ഹോൾസുകളും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇൻറ്റസ്റ്റൈനുള്ളിൽ എങ്ങനെ ന്യൂട്രീഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു അതേ രീതിയിൽ എക്സ്റ്റേണലി സ്കിന്നിൻ്റെ എല്ലാ ഹോളുകളും ഓപ്പൺ ആക്കി കഴിയുമ്പം ഓയിൽസിലുള്ള ന്യൂട്രീഷന് ഇതിലേക്ക് കിടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് ആയുർവേദം ജനിച്ചിരിക്കുന്നത്. അതാണ് അതിനകത്ത് മസാജുകൾ, ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കിന്നിനാണ് കെയർ ചെയ്യുന്നത്. അപ്പം സ്കിന്നിന് കെയർ ചെയ്യണമെങ്കിൽ, സ്കിന്നിൽ നിന്ന് ബോഡി ഒരു ന്യൂട്രീഷനെ വലിച്ചെടുക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർവേഷൻ മൂഡിലേക്ക് ബോഡി പോകണം. സ്റ്റാർവേഷൻ മൂഡിലേക്ക് വരുമ്പം എവിടെയാണോ ബോഡിക്ക് സ്വീകരിക്കാൻ പര്യാപ്തമായ രീതിയിൽ ന്യൂട്രീഷണൽ എഫിഷ്യൻസി ഉള്ളത്, അവിടെ നിന്ന് ന്യൂട്രീഷനെ സ്വീകരിക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം ബോഡി തന്നെ ചെയ്യും. അങ്ങനെയുള്ളൊരു ഭഗീരഥ പ്രയത്നം ചെയ്ത് ബോഡി അതിലേക്ക് എക്സ്റ്റേണലി ന്യൂട്രീഷനെ സ്വീകരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ബോഡീനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയുർവേദത്തിൽ ആദ്യമേ ഒന്നും പറ്റത്തില്ല. ഒരു 20-21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ടത് വളരെ എക്സ്പെൻസീവായി മാറും. പക്ഷേ നമ്മുടെ നാട്ടിൽ
നല്ലൊരു റിസർച്ചൊക്കെ നടത്തി ഇതിൻ്റെ വരും വരായികകളും കാരണം ഈ മസാജുകൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ബയോ വാല്യൂവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബയോ വാല്യൂ ഒക്കെ എടുത്ത് നല്ലൊരു റിസർച്ച് പോലുള്ള പരിപാടി ആ ഫീൽഡിൽ വളരെ കുറവാണ്. കാരണം മോഡേൺ മെഡിസിൻ്റെ ഒരു കടന്നുകയറ്റം ഈ മേഖലകളെ പലപ്പോഴും തളർത്തിക്കളയുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും പഴക്കമുള്ള, ഇത്രയും അറിവിൻ്റെ കേന്ദ്രമുള്ള ഈ ആയുർവേദത്തെ കണ്ടെത്തുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇനിയും പല ഭാഗങ്ങളിലും അന്യം നിന്ന് പോകാൻ മാത്രം തയ്യാറായിട്ട് നിൽക്കുന്ന പല മെഡിക്കൽ പ്ലാന്റുകളുണ്ട്. ഇതിനെയൊക്കെ റിന്യൂ ചെയ്ത് എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആകത്തക്ക രീതിയിൽ ഇത് ഒരു സാധാരണവൽക്കരിക്കപ്പെട്ട് വരേണ്ട ഒരു മെഡിക്കൽ ശൃംഖല തന്നെയാണ്. ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ടതാണ് ആയുർവേദം. അതുകൊണ്ടാണ് പഥ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഹാരത്തിലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആകുന്നത്. കാരണം ബോഡി സ്റ്റാർവേഷൻ മൂഡിലേക്ക് മാറും. സ്റ്റാർവേഷൻ മൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി അവസ്ഥയിലേക്ക് വരും. അപ്പം അതിന് ന്യൂട്രീഷൻ എവിടെന്നെങ്കിലും കിട്ടുക എന്ന രീതിയിലേക്ക് ബോഡി മാറുമ്പം അതിന് എക്സ്റ്റേണലി റിസീവ് ചെയ്യാനുള്ള എല്ലാ പോയിൻറ്റ്സുകളും മസാജിലൂടെ ഓപ്പൺ ചെയ്യുമ്പം ബോഡി അതിന് ശ്രമിക്കും. കാരണം നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻ എത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ കാണുന്നില്ലെങ്കിലും കേട്ടില്ലെങ്കിലും വൈറ്റമിൻസുകൾ അല്ലെങ്കിൽ ചില ലോക്കൽസുകൾ അല്ലെങ്കിൽ ചില മെഡിസിനുകൾ ഒക്കെ നമ്മുടെ ബോഡിയുടെ സ്കിന്നിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ എഫക്റ്റ് ബോഡിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഭാഗത്തു കൂടിയും ബോഡിക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അതിനാണ് ന്യൂട്രീഷണൽ റിച്ചായ ഓയിലുകൾ കൊടുക്കുമ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിലേക്ക് ബോഡിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മാറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.